ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? ഇന്നൊരു അടിപൊളി ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. ഞാനെപ്പോഴും നാട്ടിൽ വന്നാൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഈ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ വരണം കേട്ടോ. നല്ല കല്ലുമ്മക്കായ് കിട്ടണം. എന്നാലാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ പറ്റുക. നല്ല ട്രഡീഷണൽ രീതിയിലുള്ള തനി നാടൻ കറിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിലുണ്ടല്ലോ വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട കേട്ടോ. ഇത് മാത്രം മതി. നമുക്ക് ഒരു പറ ചോറുണ്ണാൻ എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു കറിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിനെ എന്താ പറയുക, കവച്ച് വെക്കാൻ വേറൊരു കറി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടത് കല്ലുമ്മക്കായാണ്. ഞാനിവിടെ 1 കിലോ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കാണ്ട് വെറുതെ ചെമ്പിൽ ഒന്ന് ചൂടാക്കുക. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. തിള വരാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് ഇറക്കി വെക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറച്ചി മാറ്റിയെടുക്കണം കേട്ടോ, വെന്ത് പോകരുത്. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് ഒരു അരപ്പുണ്ടാക്കാനുണ്ട് കേട്ടോ. അതിൽ കുറച്ച് തേങ്ങ ആണ് വേണ്ടത്. ഇതിനങ്ങനെ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കുക. ഞാൻ ഏകദേശം ഒരു 2 കപ്പിൻ്റെ അടുത്തോളം ഞാൻ തേങ്ങ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പുഴുങ്ങലരിൻ്റെ ചോറും വേണം കേട്ടോ. ഉച്ചക്ക് ഉണ്ടാക്കുന്ന നമ്മളെ ചോറില്ലേ പുഴുങ്ങലരിൻ്റെ, അപ്പോൾ ഒരു 1/4 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചിട്ട് മാറ്റി വെക്കണേ. അത് അരപ്പാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കറി ഉണ്ടാക്കേണ്ട ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഈ ഒരു കറിക്ക്. അതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി ഒരു കറുപ്പ് കളറാവണം കേട്ടോ. അതുവരെ ഇതൊന്ന് ചൂടാക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഒന്ന് പൊട്ടി വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതാ ഒരു 10 ചെറിയുള്ളിയും 2, 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഉള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരണം. എന്നിട്ട് അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ഒന്ന് പൊട്ടിക്കോട്ടെ. അതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി, ചെറിയ തക്കാളി എടുത്തിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. കണ്ടേ, തലയും വാലും മാത്രം എന്ന് പറഞ്ഞ പോലെ ഒരു 1/4 ഭാഗം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു കറീൻ്റെ കളറ് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് തക്കാളി ചേർക്കരുത് എന്ന് പറയണത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കല്ലുമ്മക്കായൻ്റെ ഇറച്ചിയാണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. വെന്ത് പോകരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരാൻ തുടങ്ങിയാൽ അപ്പം തന്നെ ഇറക്കി വെച്ചാൽ മതി. എന്നാലാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കറിയിലേക്ക് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ കല്ലുമ്മക്കായ വെന്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ മാക്സിമം 3 മിനിറ്റ് കേട്ടോ, അത്രയും നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് വെന്താണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങ് വേവിച്ച് ഇതിനെ റബ്ബർ പോലെ ആക്കരുത്. ഒരു 2 അല്ലെങ്കിൽ മാക്സിമം ഒരു 3 മിനിറ്റ് അത്രേ വേവേണ്ടിയുള്ളൂ. ഇപ്പോൾ ആ ഒരു കല്ലുമ്മക്കായിൽ നിന്ന് ഇറങ്ങി വന്ന കുറച്ച് സ്റ്റോക്കും ഉണ്ട് കേട്ടോ, ആ ഒരു വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിരിക്കണം കേട്ടോ. നന്നായിട്ട് അരയണം. തീരെ അരയാണ്ട് നിന്നാൽ ഈ കറീൻ്റെ ടേസ്റ്റ് മൊത്തത്തിലങ്ങ് മാറും. അപ്പോൾ നന്നായിട്ട് അരഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി എത്ര കട്ടി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടിയിലാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനൊരു 1.5 കപ്പും കൂടി വെള്ളം ആ ഒരു മിക്സി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പച്ച തേങ്ങ ആണല്ലോ ഇട്ടത്, അപ്പോൾ അതൊന്ന് വേവണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ അത് 2 മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ചു. ഇപ്പോൾ ആ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല കറക്റ്റ് പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ സെറാമിക് ആയതുകൊണ്ടാണ് തിളച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കല്ലുമ്മക്കായൻ്റെ പുഴുങ്ങിയെന്നാണ് ഇതിന് പറയുക കേട്ടോ. പുഴുങ്ങിയത് അല്ലെങ്കിൽ താളിച്ചതെന്നൊക്കെ പറയും. ഭയങ്കര ടേസ്റ്റിയാണ്, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ടിയില്ല ചോറിന്. ഇതിപ്പോൾ കുറച്ച് ഉപ്പേരി എൻ്റെ കയ്യിലുണ്ട്, സ്റ്റോക്ക് ഉള്ളതാണ്. അതും കൂടി വെച്ച് അതുപോലെ തന്നെ പച്ചക്കുരുമുളക് ഇട്ട് വറ്റിച്ച് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെറിയ മത്തിയാണ് കേട്ടോ. അതുമുണ്ട്. അപ്പം വേറൊന്നും വേണ്ട. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലുള്ള ആൾക്കാർക്കാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. ഈ ഒരു കല്ലുമ്മക്കായൊക്കെ വേണം, എന്നാലാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല ചൂടുണ്ട്. ചൂടോട് കൂടിയാണ് ഞാൻ തിന്നണത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മത്തി പൊരിച്ചതും ഭയങ്കര ടേസ്റ്റാണ്. പച്ചക്കുരുമുളക് ഇട്ടിട്ട് മസാലയൊക്കെ പച്ചക്ക് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മത്തി ഫ്രൈ ആണിത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.